നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇവരെങ്ങനെയാണ് ഇങ്ങനെ കോൺഫിഡൻ്റ് ആവുന്നത് എന്നുള്ളത്? നമുക്കാർക്കും ഇല്ലാത്ത ഇത്രയും കോൺഫിഡൻസ് ഇവർക്ക് എങ്ങനെയാണ് എന്നുള്ളത്? ഹായ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് കോഫി വിത്ത് ഡോക്ടർ അനീറ്റ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് എങ്ങനെ നമുക്ക് അൺഷേക്കബിൾ ആയിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഫസ്റ്റ് തിങ്, എൻ്റെ കാര്യം തന്നെ പറയാം. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു പ്രസംഗ മത്സരത്തിന് ഒരു സ്റ്റേജിൽ കയറുന്നത്. അതിനു മുൻപേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു കഥ പറച്ചിലിനൊക്കെ കയറിയിട്ടുണ്ടെന്ന്. അതൊക്കെ പിന്നെ നമ്മൾ കുറച്ചും കൂടെ ബൈ ഹാർട്ട് പഠിച്ച് കയറുന്നതാണല്ലോ. ബട്ട് 5 മിനിറ്റ് മുന്നേ ടോപ്പിക്ക് തന്നിട്ട് ആദ്യമായിട്ട് പ്രസംഗിക്കാൻ കയറുന്നത് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. സോ ആ സമയത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞു, ധൈര്യമായിട്ട് കയറിക്കോന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആ സമയത്തൊരു വിചാരം എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഞാൻ നന്നായിട്ട് പ്രസംഗിക്കുന്നത് കൊണ്ടായിരിക്കും എന്നോട് ഇത്ര ധൈര്യമായിട്ട് കയറിക്കോളൂ എന്ന് പറയുന്നത്. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജ് കയറുന്നത്. ഇപ്പം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു മോട്ടിവേഷൻ കിട്ടിയല്ലേ, ധൈര്യമായിട്ട് കയറിക്കോ എന്നുള്ളത്. അപ്പം അത്ര ചെറിയ കുട്ടി, അതായത് 10 വയസ്സുള്ളൊരു കുട്ടിക്ക് തോന്നുന്നത് എന്നെ കൊണ്ട് അത്ര ഈസി ആയിട്ട് പറ്റുമെന്നുള്ളത് കൊണ്ടാണ് എന്നെ സ്റ്റേജിലോട്ട് ഇത്ര ധൈര്യമായിട്ട് വിടുന്നത് എന്നുള്ളത്. സോ ഇവിടെയാണ് ഒരു മനുഷ്യൻ്റെ കോൺഫിഡൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിരന്തരമായിട്ട് ഡീമോട്ടിവേഷൻ കിട്ടുന്ന ഒരാൾക്ക് അവരുടെ ലൈഫിൽ കോൺഫിഡൻസ് കുറഞ്ഞാണ് വരിക. സോ ഇതിപ്പോൾ കേട്ട് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മളെക്കുറിച്ച് കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് അല്ല വിചാരിക്കുക, എനിക്ക് സ്റ്റേജിൽ കയറാൻ പേടിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരാളോട് ഒരു പബ്ലിക് സ്പീക്കിംഗ് നടത്താൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിക്കുക. ബട്ട് നിങ്ങളോട് തന്നെ പറയുക, നോ, എന്നെക്കൊണ്ട് ഇത് പറ്റും, ഞാൻ കോൺഫിഡൻ്റ് ആണ്, എനിക്കെന്താ പ്രശ്നം, ഞാൻ നന്നായിട്ട് സംസാരിക്കും. നിങ്ങൾ അത്ര നന്നായിട്ട് സംസാരിക്കില്ല എന്ന് വിചാരിക്കുക, ബട്ട് പറയുക, ഞാൻ നന്നായിട്ട് സംസാരിക്കും, എന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്, ഞാൻ തന്നെ സൂപ്പർ, അങ്ങനെയൊക്കെ വിചാരിച്ച് അങ്ങോട്ട് സ്റ്റേജിലോട്ട് കയറുക. ഫസ്റ്റ് ഡേ മേ ബി നിങ്ങൾക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, സെക്കൻഡ് ഡേ കുറച്ച് കൂടുതൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, തേർഡ് ഡേ ആ 2 ദിവസവും ഉള്ള ഡിഫിക്കൽട്ടീസിനേക്കാളും ഒത്തിരി കുറവായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. ആ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന തീരെ കൊച്ചായ ഞാൻ സംസാരിക്കുന്ന പോലെ അല്ലല്ലോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ സംസാരിക്കുന്ന രീതി. ഒത്തിരി വ്യത്യാസമുണ്ടല്ലേ. ഇതുപോലെയാണ് ഒരു മനുഷ്യനും അവരുടെ ലൈഫിൽ ജനിക്കുമ്പോഴേ കോൺഫിഡൻ്റ് ആയിട്ട് ജനിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ പറയും പാട്ടൊക്കെ നമുക്ക് ജനിതകമായി കിട്ടുന്ന ഒരു കാര്യമാണെന്നുള്ളത്. ഓക്കെ, പക്ഷേ ഈ സംസാരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നല്ല കോൺഫിഡൻ്റ് ആവുക എന്ന് പറയുന്ന ഒരു കാര്യം, ഈവൻ നമുക്ക് പാരമ്പര്യമായിട്ടൊക്കെ കഴിവുകൾ കിട്ടുന്നതാണെന്ന് വിചാരിക്കുക. അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ അറിയില്ല, ബട്ട് അങ്ങനെ കിട്ടുന്ന ടാലൻസ് പോലും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു ആൾക്കാരുടെ മുന്നിൽ പോർട്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം കോൺഫിഡൻ്റ് ആവുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നിങ്ങളോട് തന്നെ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കുക. കോൺഫിഡൻ്റ് ആണ്. ആരാ പറഞ്ഞത് ഞാൻ കോൺഫിഡൻ്റ് അല്ലാന്ന്? യെസ്, ഞാൻ കോൺഫിഡൻ്റ് ആണ് എന്നിങ്ങനെ പറഞ്ഞ് കൊടുക്കുക. ആൻഡ് ദ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, നമ്മൾ കോൺഫിഡൻ്റ് ആണ് എന്ന് ആളുകളെ കാണിക്കാനുള്ള കുറച്ച് വഴികളാണ്. ആൻഡ് ദ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ, മെയിൻറ്റെയിൻ യുവർ പോസ്റ്റ്. നിങ്ങൾ സ്റ്റേജിലോട്ട് വിളിച്ചു, നിങ്ങളിങ്ങനെ ഉള്ള കയ്യിലത്തെ ഇത് മുഴുവൻ ഇങ്ങനെ ഒച്ചയൊക്കെ കേൾപ്പിച്ച് ഇങ്ങനെ വന്നു, അവിടെ എത്തി, പിന്നെ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല, നിങ്ങൾ താഴത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഓക്കെ, ഇത് വളരെ സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം? ചിലപ്പോൾ നമ്മൾ 2 മിനിറ്റ് പറയുള്ളൂ വിചാരിക്കുക ഈവൻ. പക്ഷെ നമ്മൾ കയറി വരുന്നത് അരമണിക്കൂർ, ഇപ്പം ഞാനിവിടെ തകർക്കും എന്നുള്ളൊരു മൈൻഡിൽ വേണം നമ്മൾ കയറി വരാൻ വേണ്ടിയിട്ട്. അത് നമ്മളെ ബോഡി അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി, നമ്മുടെ ബോഡി ചെയ്യും. നമ്മുടെ ബ്രെയിനിന് ഒരു സംഭവമുണ്ട് കേട്ടോ, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നമ്മുടെ ബ്രെയിൻ. അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതേ അതിനെ അറിയുള്ളൂ. അതത്രയും ഒരു പാവമാണ്. അതായത് നമ്മളിപ്പോൾ പറയുകയാണ്, നമ്മളാണ് ലോകത്തിലെ ഏറ്റവും നല്ല പാട്ടുകാരി എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ നമ്മൾ ബ്രെയിൻ അത് വിശ്വസിച്ചു എന്ന് വരും. അതുപോലെ നമ്മൾ സ്റ്റേജിലോട്ട് കയറാൻ നേരത്ത്, ഇതൊക്കെ സിമ്പിളല്ലേ, നമ്മളിതൊക്കെ മറികടക്കുമെന്ന് നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വരുന്ന ആ പോസ്റ്ററൊക്കെ നന്നായിട്ട് വ്യത്യാസം വരും. നമ്മളൊരു സ്ഥലത്തോട്ട് കയറി വരുമ്പോഴത്തേനും എപ്പോഴും താഴെ നോക്കി നടക്കാതിരിക്കുക, എപ്പോഴും ശ്രദ്ധിക്കുക. അത് നിങ്ങൾ സ്റ്റേജിലോട്ടായിക്കോട്ടെ, ഒരു ഇൻ്റർവ്യൂവിനായിക്കോട്ടെ, ക്ലാസ് റൂമിലേക്കായിക്കോട്ടെ, താഴെ നോക്കി നടക്കുന്നു എന്നുള്ളത് തന്നെ ഫസ്റ്റ് തിങ് ആണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഇല്ല എന്നുള്ളത്
നിങ്ങൾ തന്നെ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞു, ഫസ്റ്റ് തിങ്. ആൻഡ് ദ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഞാൻ പറയുന്നത് കുറച്ചും കൂടി നമുക്ക് എങ്ങനെയാണ് പബ്ലിക് സ്പീക്കിങ്ങിൽ കോൺഫിഡൻസ് കൂട്ടുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. ആൻഡ് ദ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് സ്റ്റേജിൽ അല്ലാണ്ട് നിങ്ങൾക്ക് ഒരാളുടെ അടുത്തും ചെയ്യുമ്പോഴും ചെയ്യാം. അതായത് നല്ല വ്യക്തമായി സംസാരിക്കുക. അവിടെ സ്റ്റേജ് മാറ്റി വെക്കൂ. അല്ലാണ്ട് നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോഴും വ്യക്തമായി സംസാരിക്കുക. ഈവൻ ദോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുകൾ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഉള്ള അറിവുകൾ, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാവുമല്ലോ, ആ ധാരണയുള്ള കാര്യങ്ങൾ അവരോട് ക്ലിയർ ആയിട്ട് സംസാരിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അത്ര റഷ് ഇല്ലാണ്ട് തീരെ വോയിസ് താത്താതെ വളരെ കൃത്യമായിട്ട് അവരുടെ ആ കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ദ തേർഡ് തിങ്, നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിൽ തന്നെ കോൺഫിഡൻ്റ് ആയി നിൽക്കുക എന്നുള്ളത്. ഈവൻ ദോ നമ്മളിടുന്ന ഒരു ഡ്രസ്സായാലും, നമ്മളിടുന്ന ഒരു ഹെയർ സ്റ്റൈലായാലും, നമ്മളിടുന്ന ഒരു ആക്സസറി പോലും നമുക്ക് വല്ലാതെ നമ്മുടെ കോൺഫിഡൻസ് കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. ഈവൻ ദോ സ്റ്റേജ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സാധാരണ നമ്മൾ ആളുകളുടെ ഇടയിലോട്ട് ഇറങ്ങുമ്പോൾ പോലും നമ്മൾ കഴിയുന്നതും ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം എത്രത്തോളം നമ്മുടെ ലൈഫ് നമ്മൾ കുറയ്ക്കുന്നോ അത്രയും നമ്മൾ കോൺഫിഡൻ്റ് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പം ഒരാളുടെ ഡ്രസ്സ് ഇട്ടു, അത് ഇഷ്ടപ്പെട്ടു, നമ്മളത് ഇട്ട് നോക്കി, അത് നമുക്ക് ചേരുന്നുണ്ടോ ചേരായികയോ അവിടെ നിൽക്കട്ടെ, അത് രണ്ടാമത്തെ കാര്യം. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ആ ഡ്രസ്സ് ഇട്ടതോടുകൂടി ഞാൻ അതിൻ്റെ ഉള്ളിൽ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് അവിടെ പോകും. നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ 99% ശ്രദ്ധയും നമ്മുടെ ഈ ഡ്രസ്സിനകത്തോട്ടായിരിക്കും. അപ്പം തന്നെ ആളുകൾക്ക് നമ്മൾ പറയാതെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഡ്രസ്സ് നമുക്ക് ചേരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അതിൽ കംഫർട്ടബിൾ അല്ല എന്നുള്ള കാര്യം. ഇനിയിപ്പോൾ ഒരു ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ, നമുക്ക് ഓപ്പൺ ഹെയർ ഓക്കെ അല്ല, നമുക്ക് എപ്പോഴും ബണ്ണാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കണം. അതും നമ്മുടെ ഈ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. അതായത് ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്താ പറയുന്നത്, സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക. ഇത് വേറെ ടോപ്പിക്കാണ്, നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് സംസാരിക്കാം. ബട്ട് എനിക്ക് പണ്ടുണ്ടായിരുന്നൊരു പ്രശ്നമായിരുന്നു സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്നത്. സ്റ്റേജ് ഫിയർ അല്ല, സോഷ്യൽ ആങ്സൈറ്റി. സോ അതെങ്ങനെയാണ് മറികടക്കുക എന്ന് ഞാൻ ഒത്തിരി വായിച്ചപ്പോഴത്തേനും, അതേപോലെ തന്നെ ഇപ്പോൾ ഡോക്ടേഴ്സിനോടും അല്ലാണ്ട് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞൊരു കാര്യമാണ് ഫേസ് ഇറ്റ് എന്ന് പറയുന്നത്. അത് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ മാത്രമല്ല, എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങൾ പബ്ലിക് സ്പീക്കിങ്ങിലായിക്കോട്ടെ, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിക്കോട്ടെ, എക്സാം അറ്റൻഡ് ചെയ്യാനായിക്കോട്ടെ, ഈവൻ ഡ്രൈവിംഗ് ആയിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും ഫേസ് ചെയ്യുക എന്ന് പറയുന്നത്, നമുക്ക് പേടിയുള്ള ഒരു കാര്യം നമ്മൾ എത്രത്തോളം നമ്മുടെ ലൈഫിൽ അതിനോട്ട് ഫേസ് ചെയ്യുന്നോ അത്രയും തവണ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ഡേ സ്റ്റേജിൽ കയറുമ്പോൾ നമ്മുടെ കാല് വിറച്ചു, ഒരു 20ാമത്തെ തവണ നമ്മൾ അങ്ങനെ കയറുമ്പോഴത്തേനും നമ്മുടെ കാലും വിറക്കത്തില്ല, നമ്മൾ സംസാരിക്കുന്നതിൽ ഇടർച്ച ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിരിക്കും. ആൻഡ് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പാരിസൺ, ഇമിറ്റേഷൻ വേറെ, കമ്പാരിസൺ വേറെ. ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ ഡ്രസ്സ് നമ്മൾ കോപ്പി അടിക്കുന്നു അല്ലേ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത് നിർത്തുക. എപ്പോഴും ഒരാളുടെ ലൈഫിലത്തെ 20ാമത്തെ ചാപ്റ്ററിനെ ആയിരിക്കും നമ്മുടെ ലൈഫിലത്തെ ഫസ്റ്റ് ചാപ്റ്റർ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. ഈവൻ ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുക, എനിക്കിപ്പോൾ ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് 169 സബ്സ്ക്രൈബേഴ്സാണുള്ളത്. സോ ഒന്ന് വേണ്ട, 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിലെ ഒരാളായിട്ട് ഞാൻ എന്നെ കമ്പയർ ചെയ്ത് എപ്പോൾ തുടങ്ങുന്നോ ആ പോയിന്റ് മുതൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ കോൺഫിഡൻസ് കുറയും. ഈവൻ ചില ദിവസങ്ങളിൽ നമ്മൾ വിചാരിക്കും നമ്മൾ ഇത്രയും പ്രിപ്പയർഡൊക്കെ ആയിട്ട് സംസാരിക്കേണ്ട കാര്യമുണ്ടോ, എനിക്ക് ഇത്ര കുറച്ച് പേരല്ലേ ഉള്ളൂ എന്ന്. ബട്ട് അങ്ങനെ നമ്മൾ ഒത്തിരി തവണ ചിന്തിച്ചാൽ നമ്മുടെ കംപ്ലീറ്റ് കോൺഫിഡൻസ് അവിടെ പോകും. അതിന് പകരം ഇങ്ങനെ ചിന്തിക്കുക, ഒരു ക്ലാസ് റൂമിനുള്ളിൽ ഒരു 169 പേര് ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? സോ അത്രയും പേര് എന്നെ കേൾക്കാൻ വേണ്ടിയാണല്ലേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതൊക്കെ. സോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ളതുപോലെ ചിന്തിക്കുക. അതൊക്കെ നമ്മുടെ കോൺഫിഡൻസ് ഒത്തിരി കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് നമുക്കൊരു സെൽഫ് ലവ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് കൂടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം നമ്മളൊരു ഡ്രസ്സ് ഇട്ട് പുറത്തോട്ട് ഇറങ്ങുന്നു, നമ്മൾ വളരെ കംഫർട്ടബിളാണ്, നമുക്കത് ഇഷ്ടപ്പെട്ടു, നമ്മൾ കണ്ണാടി നോക്കുന്നു, നമ്മളൊരു 10 സെൽഫി എടുക്കുന്നു, ഒക്കെ ചെയ്യുന്നു. പുറത്തിറങ്ങി വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ ഒരാൾ വന്ന് നമ്മളോട് പറയുകയാണ് ഇത് നല്ല ബോറായിട്ടുണ്ടെന്ന്. എങ്ങനെ ഉണ്ടാവും? നമുക്ക് സെൽഫ് ലവ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ
പോയിന്റിൽ നമ്മളവിടെ നമ്മുടെ കോൺഫിഡൻസ് ഇങ്ങനെ ടപ്പ് 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 എന്ന് പറഞ്ഞിങ്ങനെ ഉടഞ്ഞു പോകും. പക്ഷേ നമ്മളിൽ തന്നെ നല്ല കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരാൾ നമ്മളോട് ഇത് കൊള്ളത്തില്ലല്ലോ എന്ന് പറയുമ്പം ഇറ്റ്സ് ഓക്കെ, ഞാൻ ഇതിൽ കംഫർട്ടബിൾ ആണ്, ഞാൻ ഹാപ്പിയാണ് എന്ന് പറഞ്ഞ് അത്രയും നല്ല ബ്യൂട്ടിഫുൾ സ്മൈലും കൊടുത്ത് അവരുടെ അടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ആ പറഞ്ഞവർക്ക് തോന്നും അവരുടെ അടുത്ത് അത് പറയണ്ടായിരുന്നു. അങ്ങനെ കുറേ മനുഷ്യന്മാരുണ്ട് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ചെയ്യുന്ന കാണുമ്പോഴത്തേന് വന്നിട്ട് ഇത് കൊള്ളില്ല എന്ന് പറയുന്നത്. മേ ബി അവർ നമ്മുടെ കോൺഫിഡൻസ് കളയാൻ വേണ്ടി പറയുന്നത് പോലും ആകും. അത് കേട്ടിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത മേക്കപ്പ്, നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത ഡ്രസ്സ്, നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത ഹെയർ സ്റ്റൈൽ, നമ്മൾ പൈസ കൊടുത്ത് ചെയ്ത ഇത്രയും കാര്യങ്ങൾ ഒരാൾ പറയുന്നത് കേട്ട് നമ്മുടെ കോൺഫിഡൻസ് കളയേണ്ട ആവശ്യമില്ല. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെപ്പോഴും പ്രോഗ്രസ്സിൽ ശ്രദ്ധിക്കുക, പെർഫെക്ഷനിൽ ശ്രദ്ധിക്കുന്നതിനേക്കാളും ഉപരിയായിട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടുന്നൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് പോവുക. ഫസ്റ്റ് ഡേ നല്ല ബുദ്ധിമുട്ടായിരിക്കും, ട്രസ്റ്റ് മീ, നല്ല ബുദ്ധിമുട്ടായിരിക്കും, നല്ല ഇറിറ്റേഷൻ ആയിരിക്കും. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുണ്ടാകത്തുള്ളൂ. ബട്ട് നിങ്ങൾ അടുത്ത ആഴ്ചയും ഒന്ന് പോവുക, അതിൻ്റെ അടുത്ത ആഴ്ചയും ഒന്ന് പോവുക. നിങ്ങൾക്കതാണല്ലോ ചെയ്യാൻ കോൺഫിഡൻസ് കുറവുള്ള ഒരു കാര്യം. നിങ്ങളത് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് പതുക്കെ പുറത്ത് പോവാന്ന് ഒറ്റയ്ക്ക് പുറത്ത് പോവുക എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലത്തെ ഏറ്റവും നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യവും. ഇതൊക്കെ അല്ലാണ്ട് ഒരാളെ സംസാരിക്കുക എന്ന് പറഞ്ഞത് മാത്രമല്ല കോൺഫിഡൻസ്. നമ്മളെങ്ങനെ ആൾക്കാർ ഫേസ് ചെയ്യുന്നു, അവരോട് സംസാരിക്കുന്നു, അവരോട് ഇടപഴകുന്നു, നമ്മളെ എങ്ങനെ ആൾക്കാർ കാണുന്നു, ഇതൊക്കെ നമ്മുടെ ഒരു കോൺഫിഡൻസിനെ അളക്കുന്ന കാര്യങ്ങളാണ്. സോ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആയി ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സോ നെവർ എവർ കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. അത് നിങ്ങളുടെ കോൺഫിഡൻസ് മൈനസിലോട്ട് എത്തിക്കുന്ന ഒരു കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ എന്തിനാണ് കമ്പയർ ചെയ്യേണ്ടത്? സോറി, നിങ്ങളെന്നല്ല, ഞാൻ അടക്കം നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ വായിച്ചൊരു കാര്യമാണ്. ആ ഒരാളാണ് ബ്യൂട്ടിഫുൾ എങ്കിൽ ദൈവത്തിന് നമ്മളെല്ലാവരും ഒരേപോലെ അങ്ങോട്ട് കോപ്പി അടിച്ച് വെച്ചാൽ പോരായിരുന്നു എന്ന്. നമ്മളിൽ തന്നെ ബ്യൂട്ടിഫുള്ളാണ്, കോൺഫിഡൻ്റ് ആണ്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ബോഡിക്കോ മൈൻഡിനോ ഹാംഫുൾ അല്ലാത്ത ഒരു കാര്യം നമ്മളെ കൊണ്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. സോ ബി കോൺഫിഡൻറ്റ്, ബി കറേജിയസ്. കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. ഞാൻ എൻ്റെ ചെറിയ മക്കളെല്ലാവരും കാണുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഈവൻ നിങ്ങൾക്കൊരു പാട്ട് പാടാൻ സ്റ്റേജിൽ കയറണം, നിങ്ങൾക്ക് പറ്റുന്നില്ല, പേടിയാണെന്നുണ്ടെങ്കിൽ അത് ഫേസ് ചെയ്ത് നോക്കുക. അതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. ഒരാൾക്കാരെ കാണുക, സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇത് കേൾക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് ഓൾവേസ് ബി യുവർ ബെസ്റ്റ് ഫ്രണ്ട്. അത് ഞാൻ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മളായിരിക്കുക. ഓക്കെ, നമുക്ക് ആൾക്കാരുടെ അടുത്ത് നിന്ന് അവരുടെ ഒപ്പീനിയൻസ് കേൾക്കാം, ബട്ട് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. നമ്മളാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടെങ്കിൽ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമ്മളായിരിക്കും, നമ്മളെ ചിയറപ്പ് ചെയ്യുന്നത് നമ്മളായിരിക്കും. സോ ഓൾവേസ് ബി യുവർ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, താങ്ക് യു. ആൻഡ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. സോ അതുവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.